ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ദേശീയ സിവിൽ സർവീസസ് ദിനത്തിൽ ആശംസകൾ നേർന്ന രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. പദ്ധതികൾ എത്രത്തോളം ജനങ്ങളിലെത്തിയെന്നതാണ് ഭരണ നിലവാരം നിർണ്ണയിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. US വൈസ് പ്രസിഡന്റ് JD വാൻസുമായി പ്രധാനമന്ത്രി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർഗോഡ് നിർവഹിച്ചു. വിവിധ മേഖലകളിൽ രാജ്യത്തിന് തന്നെ മാതൃകയാകാൻ കേരളത്തിന് കഴിഞ്ഞതായി മുഖ്യമന്ത്രി. റാമ്പൻ മണ്ണിടിച്ചിലിൽ ജമ്മു കശ്മീരിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. മേഖലയിൽ വീണ്ടും മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ദേശീയ സിവിൽ സർവീസസ് ദിനത്തിൽ ആശംസകൾ നേർന്ന രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. പൊതുജനസേവനം, നയരൂപീകരണം, പദ്ധതി നിർവഹണം എന്നിവയിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ നിർണായക പങ്കുവഹിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തിന്റെ വികസന ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നതിലും മികവാർന്ന ഭരണ നിർവഹണത്തിലും സിവിൽ സർവീസസ് ഉദ്യോഗസ്ഥരുടെ സേവനം വളരെ വലുതാണെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി ഓരോ നിമിഷവും പ്രയത്നിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരോട് ആഹ്വാനം ചെയ്തു. ജനങ്ങളുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്നതിന് അതിവേഗം മുന്നോട്ടു പോകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 17ാമത് ദേശീയ സിവിൽ സർവീസസ് ദിനത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. आज भारत की एस्पिरेशनल सोसाइटी, भारत के युवा, भारत के किसान, भारत की महिलाएं, उनके सपनों की उड़ान आज जिस ऊंचाई पर है वो वाकई अभूतपूर्व है. इन अभूतपूर्व आकांक्षाओं की पूर्ति के लिए अभूतपूर्व गति भी आवश्यक है. സാങ്കേതിക വിദ്യയുടെ ഈ കാലത്ത് സംവിധാനങ്ങളെ നിയന്ത്രിക്കുക എന്നത് മാത്രമല്ല ഭരണമെന്നും സാധ്യതകളെ വർദ്ധിപ്പിക്കുക കൂടിയാണിതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. പദ്ധതികൾ എത്രത്തോളം ആഴത്തിൽ ജനങ്ങളിലെത്തി എന്നതാണ് ഭരണനിർവഹണത്തിന്റെ നിലവാരം നിർണ്ണയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുഭരണ രംഗത്തെ മികവിനുള്ള പുരസ്കാരങ്ങളും പ്രധാനമന്ത്രി ചടങ്ങിൽ സമ്മാനിച്ചു. 1947 സർദാർ വല്ലഭായ് പട്ടേൽ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസർ പ്രൊബേഷണർമാരെ അഭിസംബോധന ചെയ്തതിന്റെ സ്മരണയിലാണ് രാജ്യം ഈ ദിവസം സിവിൽ സർവീസസ് ദിനമായി ആചരിച്ചു വരുന്നത്. 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകുന്നേരം കൂടിക്കാഴ്ച നടത്തും. ഇന്ന് രാവിലെ ന്യൂഡൽഹിയിലെത്തിയ US വൈസ് പ്രസിഡന്റിനെ കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് സ്വീകരിച്ചു. ഭാര്യ ഉഷ വാൻസിനും അമേരിക്കൻ പ്രതിനിധി സംഘത്തിനുമൊപ്പമാണ് അദ്ദേഹം എത്തിയത്. ന്യൂഡൽഹിയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന JD വാൻസും സംഘവും വരും ദിവസങ്ങളിൽ ജയ്പൂരും ആഗ്രയും സന്ദർശിക്കും. ഇന്ത്യ അമേരിക്ക നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താൻ JD വാൻസിന്റെ സന്ദർശനം സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സൌദി അറേബ്യയിലെ ജിദ്ദ സന്ദർശിക്കും. ഇന്ത്യ സൌദി സമഗ്ര നയതന്ത്ര പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിൽ സന്ദർശനം നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ. സൌദി അറേബ്യയിലെ പ്രവാസികളുടെ 14% ഇന്ത്യയിൽ നിന്നുള്ളവരാണ് എന്നതും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സവിശേഷ ബന്ധം വ്യക്തമാക്കുന്നു. പ്രധാനമന്ത്രിയുടെ 3ാം സൌദി സന്ദർശനമാണിത്. സൌദിയുമായുള്ള ഇന്ത്യയുടെ സാംസ്കാരിക നയതന്ത്ര ബന്ധത്തിന്റെ തെളിവാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനമെന്ന് അറബ് യോഗ ഫൌണ്ടേഷൻ സ്ഥാപകയും സൌദി യോഗ കമ്മിറ്റി പ്രസിഡന്റുമായ നൌഫ് അൽ മാർവായ് പറഞ്ഞു. As a proud Padma Shri awardee from the Kingdom of Saudi Arabia, I warmly welcome the Honorable Prime Minister Shri Narendra Modi on his visit. His presence is a symbol of enduring and flourishing cultural and strategic partnership between Saudi Arabia and India. Our shared values in heritage, wellness and peace continue to unite our people. And I'm proud to be a cultural ambassador between these two great nations. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിലുണ്ടായ അക്രമ സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് 5-അംഗ ജുഡീഷ്യൽ കമ്മീഷൻ രൂപീകരിക്കണമെന്ന പൊതു താൽപര്യ ഹർജി സുപ്രീംകോടതി അല്പസമയത്തിനകം പരിഗണിക്കും. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, NK സിംഗ് എന്നിവരാണ് ഹർജി പരിഗണിക്കുക. സ്ഥിതിഗതികൾ സംബന്ധിച്ച് പശ്ചിമ ബംഗാൾ സർക്കാരിനോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ വെല്ലുവിളികൾക്കിടയിലും ജനപിന്തുണയോടെ സംസ്ഥാനത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ സർക്കാരിന് കഴിഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനങ്ങളുടെ ഐക്യം, നാടിന്റെ ഒരുമ എന്നിവ ഏതു പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള കരുത്തായി മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കാസർഗോഡ് കാലിക്കടവ് മൈതാനത്ത് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വിവിധ മേഖലകളിൽ രാജ്യത്തിന് തന്നെ മാതൃകയാകാൻ കേരളത്തിന് കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. രാജ്യവും ലോകവും ആശ്ചര്യത്തോടെയാണ് കേരളത്തെ നോക്കിക്കണ്ടത്. എങ്ങനെ ഈ രീതിയിൽ അതിജീവിക്കാനായി? ഒരു കാരണം മാത്രമേ അതിനുള്ളൂ. നമ്മുടെ നാടിന്റെ ഒരുമ, ജനങ്ങളുടെ ഐക്യം ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള കരുത്തായി മാറുകയായിരുന്നു. വിവിധ കാര്യങ്ങളിൽ രാജ്യത്തിന്റെ മുന്നിൽ നമ്പർ 1 എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന് കേന്ദ്ര ഗവൺമെന്റിന്റേതായ അവാർഡുകൾ ഒന്നിനു പുറകെ ഒന്നായി കേന്ദ്രത്തിന് തന്നെ നൽകേണ്ടി വന്നു. എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രിമാരായ KN ബാലഗോപാൽ, K കൃഷ്ണൻകുട്ടി, AK ശശീന്ദ്രൻ, V അബ്ദുറഹ്മാൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. മുതലപ്പൊഴിയിൽ മത്സ്യത്തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിക്കാനും സംഘർഷമുണ്ടാക്കാനും പ്രതിപക്ഷം ഗൂഢാലോചന നടത്തിയതായി മന്ത്രി V ശിവൻകുട്ടി. നിലവിൽ ലഭ്യമായ ഡ്രഡ്ജറും JCBകളും ഉപയോഗിച്ച് മുതലപ്പൊഴിയിൽ മണൽ നീക്കം പുരോഗമിക്കുകയാണെന്ന് മന്ത്രി വ്യക്തമാക്കി. തുറമുഖ വികസന പദ്ധതികൾ ആരംഭിക്കുന്നതിനും മണൽ നീക്കം അനിവാര്യമാണെന്ന് മന്ത്രി വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. അതേസമയം മുതലപ്പൊഴി പ്രശ്നത്തിൽ V ശശി MLAയുടെ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. വിഷയത്തിലുള്ള നിഷ്ക്രിയത്വം അവസാനിപ്പിക്കണമെന്നും പ്രശ്നപരിഹാരത്തിന് MLA മുൻകൈ എടുക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. ജമ്മു കശ്മീരിലെ റാംബൻ ജില്ലയിൽ മേഘവിസ്ഫോടനവും മണ്ണിടിച്ചിലുമുണ്ടായ സെരി ബാഗ്ന പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുന്നു. കശ്മീർ താഴ്വരയെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന സുപ്രധാന റോഡായ ജമ്മു ശ്രീനഗർ ദേശീയപാത വീണ്ടും തുറക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുകയാണ്. ഇന്നലെയുണ്ടായ മണ്ണിടിച്ചിലിൽ 3 പേർക്കാണ് ജീവൻ നഷ്ടമായത്. അതേസമയം ജമ്മു കശ്മീർ, ലഡാക്ക്, ഗിൽഗിത്, ബാൾട്ടിസ്ഥാൻ, മുസാഫറാബാദ് എന്നിവിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ആനുകൂല്യ വിതരണത്തിലെ വിടവുകൾ നികത്തി 3,48,000 കോടി രൂപ ലാഭിക്കാൻ നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റത്തിലൂടെ മോദി സർക്കാരിന് സാധിച്ചതായി കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ്. ഗുണഭോക്താക്കളുടെ എണ്ണം 16 മടങ്ങ് വർദ്ധിച്ചതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. US സന്ദർശന വേളയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നടത്തിയ പരാമർശത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ വിമർശിച്ച് BJP. ഇന്ത്യൻ ജനാധിപത്യത്തെ വിദേശ രാജ്യങ്ങൾക്ക് മുൻപിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് രാഹുൽ ഗാന്ധിയെന്ന് BJP വക്താവ് സാംബിത് പത്ര ആരോപിച്ചു. ഝാർഖണ്ഡിലെ ബൊക്കാറോയിൽ ഇന്ന് പുലർച്ചെയുണ്ടായ ഏറ്റുമുട്ടലിൽ 8 നക്സലുകൾ കൊല്ലപ്പെട്ടു. തലയ്ക്ക് 1 കോടി രൂപ വിലയിട്ടിരുന്ന മാവോയിസ്റ്റ് നേതാവ് വിവേക് ഉൾപ്പെടെയുള്ളവരാണ് കൊല്ലപ്പെട്ടത്. പോലീസും അർദ്ധസൈനിക വിഭാഗവും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ നിരവധി ആയുധങ്ങളും കണ്ടെടുത്തു. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ രാത്രി 7:30 മത്സരം. 10 പോയിന്റുമായി ഗുജറാത്ത് പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്തും കൊൽക്കത്ത 7ാം സ്ഥാനത്തുമാണ്. സൂപ്പർ കപ്പ് ഫുട്ബോളിൽ ഗോകുലം കേരള ഇന്ന് ഗോവയെ നേരിടും. ഭുവനേശ്വരിലെ കലിംഗ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 4:30 മത്സരം. ലീഗിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച അതേ സംഘം തന്നെയാകും ഗോകുലത്തിനായി സൂപ്പർ കപ്പിലും കളത്തിലിറങ്ങുക. 24 അംഗ സ്ക്വാഡിൽ 10 മലയാളി താരങ്ങളുമുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ വ്യാപാരം തുടരുന്നു. സെൻസെക്സ് 1061 പോയിന്റ് ഉയർന്ന് 79,614-ലും നിഫ്റ്റി 322 പോയിന്റ് നേട്ടത്തോടെ 24,174-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. ഗ്രാമിന് 70 രൂപ വർദ്ധിച്ച് 9,015 രൂപയും പവന് 72,120 രൂപയുമാണ് ഇന്നത്തെ വില. 30 മണിക്കൂർ ഈസ്റ്റർ വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി പരസ്പരം പഴിചാരി യുക്രൈനും റഷ്യയും. റഷ്യ കരാർ 3000-ഓളം തവണ ലംഘിച്ചതായാണ് യുക്രൈൻ ആരോപണം. എന്നാൽ യുക്രൈൻ ആക്രമണങ്ങളെ പ്രതിരോധിക്കുകയാണ് ചെയ്തതെന്ന് റഷ്യ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ സിവിൽ സർവീസസ് ദിനത്തിൽ ആശംസകൾ നേർന്ന രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. പദ്ധതികൾ എത്രത്തോളം ജനങ്ങളിലെത്തി എന്നതാണ് ഭരണ നിലവാരം നിർണ്ണയിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. US വൈസ് പ്രസിഡന്റ് JD വാൻസുമായി പ്രധാനമന്ത്രി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർഗോഡ് നിർവഹിച്ചു. വിവിധ മേഖലകളിൽ രാജ്യത്തിന് തന്നെ മാതൃകയാകാൻ കേരളത്തിന് കഴിഞ്ഞതായി മുഖ്യമന്ത്രി. റാംബൻ മണ്ണിടിച്ചിലിൽ ജമ്മു കശ്മീരിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. മേഖലയിൽ വീണ്ടും മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.